ശ്രീറാം ഫിനാൻസിൽ നിന്നും ലോണെടുത്ത് അടച്ചു തീർത്തതിന് ശേഷം NOC കൈപ്പറ്റിയവർക്കുൾപ്പെടെ വീണ്ടും ലക്ഷങ്ങൾ ലോണെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ കൊട്ടിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീറാം ഫൈനാൻസ് പേരാവൂർ ബ്രാഞ്ച് മാനേജറുമായി ചർച്ച നടത്തിയത്. കൊട്ടിയൂർ മേഖലയിൽ സിവിൽ സ്കോർ പരിശോധിച്ചപ്പോൾ 7 പേരാണ് ലക്ഷങ്ങൾ ലോണെടുത്തതായി കണ്ടെത്തിയിരിക്കുന്നത്. 7 മുതൽ 14 ലക്ഷം രൂപ വരെയാണ് ലോണെടുത്തതായാണ് കാണിക്കുന്നത്. ഇതേ തുടർന്നായിരുന്നു ഡിവൈഎഫ്ഐ കൊട്ടിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീറാം ഫൈനാൻസ് പേരാവൂർ ബ്രാഞ്ച് മാനേജർ സിജോ വിളിയാനുമായി ചർച്ച നടത്തിയത്. ടെക്നിക്കൽ പ്രശ്നമാണ് ഇത്തരത്തിൽ വരാൻ കാരണമെന്നാണ് ഫിനാൻസ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഡിവൈഎഫ്ഐ കൊട്ടിയൂർ മേഖലാ സെക്രട്ടറി സീൽസ് വർഗീസ്, ഡിവൈഎഫ്ഐ പേരാവൂർ സൗത്ത് മേഖലാ സെക്രട്ടറി അനന്തു വിജയൻ, പരാതിക്കാരായ ഷാജി വട്ടപ്പാറ, സുബീഷ് എന്നിവരാണ് ചർച്ച നടത്തിയത്. ഒരു വലിയൊരു തട്ടിപ്പിനാണ് ഇവിടെയുള്ള ആളുകൾ ഇരയായിരിക്കുന്നത്. ഇവിടെ ലോൺ എടുത്ത് പോയതിനു ശേഷം അത് ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് NOC കൈ കിട്ടിയതിന് ശേഷം കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ പേരിൽ 3, 4, 10, 14 ലക്ഷം രൂപയുടെ ലോണുകൾ കയറിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളോടൊന്ന് മാനേജറോട് സംസാരിക്കേണ്ടായി. മാനേജർ പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ടെക്നിക്കൽ ഇഷ്യൂ നമുക്കൊരു കാരണവശാലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇവരുടെ സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും. ഈ കമ്പനിയിൽ ഇവർക്കൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ആ കമ്പനിയെ വിളിച്ച് പറയും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരത് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് പരിഹരിക്കും. ഇത് 2 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ വിഷയം പരിഹരിക്കുന്നില്ല. നിരവധി ആളുകളുടെ സിവിൽ സ്കോർ പൊട്ടിയിട്ട് ലോൺ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ പ്രശ്നത്തിനുള്ള പരിഹാരം 2-3 ദിവസങ്ങളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭ സമരങ്ങളുമായിട്ട് ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.